ഹായ് കൂട്ടുകാരെ, യാത്രകൾ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്നു. ഇക്കഴിഞ്ഞ ജനുവരി 16-ാം തീയതി ഞാൻ പങ്കെടുത്ത ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. തിരുവൈരാണിക്കുളം മഹാദേവക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവക്ഷേത്രം, വൈക്കം മഹാദേവക്ഷേത്രം, ഈ 3 മഹാദേവന്റെ അമ്പലങ്ങളിൽ ദർശനം ലഭിക്കാൻ ഭാഗ്യമുണ്ടായി. 14 പേരടങ്ങുന്ന ഞങ്ങളുടെ സംഘം രാത്രിയാണ് പാലക്കാട്ട് നിന്നും തിരുവൈരാണിക്കുളത്തേക്ക് തിരിച്ചത്. രാത്രി 12:30 പോയാൽ രാവിലെ അവിടെ എത്തും. നല്ല തിരക്കായിരുന്നു. കാരണം 12 ദിവസം മാത്രമാണ് ദേവിയെ നമുക്കവിടെ കാണാൻ കഴിയുക. ദേവിയുടെ നട അന്ന് മാത്രമേ തുറക്കുകയുള്ളൂ. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഭഗവാൻ പരമശിവന് എന്നും നിവേദ്യം അവിടെ റെഡിയാണ്. ഇതാരാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാൻ ജിജ്ഞാസമൂത്ത ആകവൂർ നമ്പൂതിരി തിടപ്പള്ളി തുറന്നു നോക്കി. അപ്പോൾ അതാ അവിടെ നിൽക്കുന്നു സർവാഭരണഭൂഷിതയായി ദേവി പാർവതി. തൻ്റെ പതിക്കുള്ള നിവേദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സൗന്ദര്യം കണ്ട് അത്ഭുതപ്പെട്ടുപോയി നമ്മുടെ നമ്പൂതിരി. അത്രയും തേജസ്സോടുകൂടിയാണ് ദേവി അത് ഉണ്ടാക്കുന്നത്. തുറന്നു നോക്കാൻ പാടില്ല. തുറന്നു നോക്കി. എങ്കിൽ അതിൻ്റെ ഫലവും അനുഭവിക്കണം. പാർവതി പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഞാൻ ഇനി ഇവിടെ നിൽക്കുകയില്ല. കുറ്റബോധം തോന്നിയ നമ്പൂതിരി കാലിൽ വീണ് മാപ്പപേക്ഷിച്ചു. അപ്പോൾ ദേവി ഇങ്ങനെ അരുളി, ഞാൻ വർഷത്തിൽ 12 ദിവസം ഇവിടെ വന്നോളാം. അന്നും തുറന്നാൽ മതി ഈ നട, അതുവരെ അടച്ചിട്ടോളൂ. ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസം ദേവിയുടെ ദർശനം അവിടെ ഉണ്ടാകും. സ്ത്രീകളുടെ ശബരിമല എന്നാണ് തിരുവൈരാണിക്കുളം മഹാദേവക്ഷേത്രം അറിയപ്പെടുന്നത്. ഒരുപാട് സ്ത്രീകൾ അന്ന് മുതൽ തിരുവാതിര മുതൽ 12 ദിവസം ദേവിയെ ദർശിക്കാനായിട്ട് അവിടെ വന്നെത്തുന്നു. ഞങ്ങൾ അവിടെ ചെന്നെത്തുമ്പോൾ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. എങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ ദേവിയെ കാണുവാനും ആ സൗന്ദര്യം, ആ ആഭരണങ്ങളുടെ പ്രഭ ഒക്കെ അനുഭവിച്ചറിയാനും ഭാഗ്യമുണ്ടായി. തുടർന്ന് മഹാദേവനെയും തൊഴുതു. അതിനുശേഷം ഏറ്റുമാനൂരപ്പനെ കാണാൻ ഏറ്റുമാനൂരിലേക്ക്. സങ്കടങ്ങളെല്ലാം ഏറ്റുപറഞ്ഞാൽ ഫലം തീർച്ചയായും ലഭിക്കുമത്രേ. അഘോരമൂർത്തിയായിട്ടാണ് ഭഗവാൻ അവിടെ വാഴുന്നത്. ഓരോ സമയത്തും ഓരോ ഭാവത്തിലാണ് ദർശനം അരുളുന്നത്. ഞങ്ങൾ പോയപ്പോൾ കിരാതഭാവത്തിലാണ് ഭഗവാൻ. ഭഗവാന്റെ 7.5 പൊന്നാന എഴുന്നള്ളത്തൊക്കെ പ്രസിദ്ധമാണല്ലോ. അതിനെപ്പറ്റിയൊക്കെ കൂട്ടുകാർക്കറിയാമല്ലോ. അവിടെ തന്നെ ഒരു കുഞ്ഞു കാളയെ കാണാൻ സാധിച്ചു. നന്ദികേശനെ പോലെ എനിക്ക് തോന്നി. പ്രാർത്ഥിച്ച ശേഷം ഭഗവാന്റെ അവിടെ നിന്നും വൈക്കത്തേക്ക് പുറപ്പെട്ടു. വൈക്കം മഹാദേവ ക്ഷേത്രം കണ്ട് അത്ഭുതപ്പെട്ടുപോയി. ഞാൻ കഥകളിൽ മാത്രമേ വായിച്ചിരുന്നുള്ളൂ വൈക്കം സത്യാഗ്രഹമൊക്കെ. അവിടെ ഇരുന്ന് ഒരു ഭജന ചൊല്ലാനും ഭാഗ്യമുണ്ടായി. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ഞങ്ങളുടെ ഈ യാത്രയുടെ വിവിധ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇനി ചേർക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ.
തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ മരണകാലത്തെ ഭയത്തെ ചിന്തിച്ച മതിമാറന്നു പോ മനമെല്ലാം മനതാരിൽ വന്നു വിളയാണിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ വലിയൊരു കാട്ടിലകപ്പെട്ടേന വഴിയും കാണാതെ ഉണരുമ്പോൾ വഴിയിൽ നേർ വഴി അരുളേണം രാധ തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ